ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ വന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ തന്നെ ഇപ്പോൾ ചാടിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി മുകളിലോട്ട് കയറാം. ഓക്കെ, സോ നമ്മൾ ലെസ്റ്ററൊക്കെ തന്നെ വിളിച്ചിരുന്നു. നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടൊക്കെ തന്നെ പോകാൻ വേണ്ടി വിളിച്ചിരുന്നു ഗൈസ്. അതിന് മുമ്പ് നമ്മുടെ വീട് നമ്മൾ ഫുൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വീടിൻ്റെ മുകളിലൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് 4 വണ്ടിയാണ് നമ്മൾ സ്റ്റീൽ ചെയ്ത് ഗൈസ്. 4 വണ്ടി മീൻസ് നമ്മൾ ഒരു 2 ഇന്ത്യൻ കാറും ഒരു ഹൈപ്പർ കാറും ഒരു ബൈക്കുമാണ് ഗൈസ് നമ്മൾ സ്റ്റീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, അതൊക്കെ ഏതായിരുന്നു വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മാരുതി സുസുക്കി 2024 നമ്മുടെ സ്വിഫ്റ്റാണ്, പിന്നെ ഒന്ന് നമ്മുടെ സുസുക്കി ഓമ്നിയാണ്, നമ്മുടെ മാരുതി ഓമ്നിയാണ്, പിന്നെ ഒന്ന് നമ്മുടെ ലംബോർഗിനി ടാർസോ, പിന്നെ ഒന്ന് നമ്മൾ റോക്കി ബൈക്കും കാറാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നുമില്ല മൊത്തം കാര്യമാണ്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലോട്ടൊന്ന് കയറിയേക്കാം. ഇവിടെ എന്താ സംഭവം നോക്കാം ഗൈസ്. ഇങ്ങനെയും കാര്യമായിട്ടൊന്നുമില്ല, കുറേ ഫ്രിഡ്ജുണ്ട് ഗൈസ്. അവിടെ കുറേ ഇഷ്ടം പോലെ ഫ്രിഡ്ജുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാം. നമുക്ക് എന്തായാലും നേരെ ഡ്രസ്സ് മാറിയിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. അത് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് പോകേണ്ടത്. ലെസ്റ്റർ രാവിലെ തന്നെ വിളിച്ചിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് വിട്ട് പോയേക്കാം. എൻ്റെ ഗൈസ് തുള്ളിത്തുള്ളിയാണല്ലോ ഇറങ്ങുന്നത്. ഓക്കെ, എന്തായാലും നേരെ താഴോട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ഡ്രസ്സ് അങ്ങോട്ട് മാറിയേക്കാം. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൻ്റെ അകത്തോട്ട് കയറിയേക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് അങ്ങ് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ഈ ഒരു സൈഡിലോട്ടായിട്ട് അങ്ങ് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഡ്രസ്സ് മാറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് നേരെ എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ ആകെ 2 വണ്ടികളുള്ള ഒരു കാറും ഒരു ബൈക്കും മാത്രമേ ഉള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം നമ്മുടെ അപ്പുറത്ത് പാർക്കിങ്ങിലാണ്. നമ്മളൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാം കാണിച്ചിരുന്നു. ഓക്കെ, നമ്മളിന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ സമയമൊന്നും ഇല്ല ഗേസ്. നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാം ഗേസ്. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന റോക്കി ബൈക്കും സ്വിഫ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അപ്പുറത്താണ് ഗേസ്. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കളർ നമ്മളത് മൊത്തം റിപ്പയർ ചെയ്ത് മോഡിഫൈ ചെയ്ത് ട്യൂണൊക്കെ ചെയ്ത് നമ്മൾ വൈറ്റ് കളറാക്കിയിട്ടുണ്ട്. നമ്മൾ റോക്കി ബൈക്ക് നമ്മൾ ഗ്രീൻ കളറാണ് ഗേസ് ആക്കിയത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ആകട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മൾ സ്വിഫ്റ്റ് അങ്ങോട്ട് എടുത്തേക്കാം. സോ നമ്മൾ സ്വിഫ്റ്റിന് വൈറ്റ് കളറാണ് ഗസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെന്തായാലും നമ്മൾ സുസുക്കിയുടെ മിക്ക വണ്ടികൾക്ക് നമ്മൾ വൈറ്റ് തന്നെയാണ് ഗസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് അടിച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പുറത്തോട്ട് ഗസ്. ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. എന്തായാലും നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയേക്കാം. ഓക്കെ ഗസ്, നമ്മളിത് റോഡിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സ്വിഫ്റ്റ് സീനാണ് ഗൈസ്. നമ്മൾ ഇന്നലെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് ഇത് ഓടിച്ചിട്ടാണ് പോയത്. അന്ന് മൊത്തം സീനായിരുന്നു ഗൈസ്. അവിടെ അടിച്ച് വണ്ടി പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് സീനൊന്നുമില്ല. നമുക്ക് എന്നാലും പതുക്കെ പോവാം. ഓക്കെ, പതുക്കെ പോയാൽ പ്രശ്നമില്ല ഗൈസ്, അല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ഇപ്പോൾ ജസ്റ്റ് മിസ്സിനാണ് ആ വണ്ടിക്ക് അടിക്കാൻ പോയത്. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. സ്വിഫ്റ്റ് നല്ല സീൻ ലുക്കാണ് ഈ സ്വിഫ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയേക്കാം. നമ്മൾ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടങ്ങ് പോയേക്കാം ഗൈസ്. നമ്മൾ ലെസ്റ്ററിൻ്റെ വീട്ടിൻ്റെ ഇവിടത്തേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇന്നലെ അടിച്ച് തെറിച്ച് വീണ വണ്ടി പോലത്തെ ഒരു കോയിഗ്നസ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സ്വിഫ്റ്റ് എന്തായാലും ഇവിടെ അങ്ങോട്ട് നിർത്തിയേക്കാം. വണ്ടിയുടെ ഈ സൈഡിലായിട്ട് അങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇത് ഇവിടെ ആയിട്ടൊന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എന്തായാലും വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ റെസ്റ്റോറൻറ്റിനോട് കാര്യങ്ങളൊക്കെ പോയി സംസാരിക്കാം ഗൈസ്. ഓക്കെ, സംസാരിക്കാം ഗൈസ്. ഓക്കെ, സമയം എന്തായാലും ലെസ്റ്ററിനോട് സംസാരിച്ചിട്ടുണ്ട്. ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ഗാങ് ഇന്നൊരു ഷിപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ ലോസ് ഗാങ്ങിൻ്റെ ഷിപ്മെൻറ്റാണ് ഈ വണ്ടികളൊക്കെ നമ്മൾ അടിച്ച് മാറ്റിയത്. ഇന്നും നമ്മുടെ ലോസ് ഗാങ് ഒരു ഷിപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഗൈസ് നമ്മൾ ലെസ്റ്റർ പറഞ്ഞത്. ഓക്കെ, അത് നമ്മൾ പോയി സ്റ്റീൽ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താ സംഭവം നമ്മളോട് പറഞ്ഞില്ല. ഒരു ഫാമിംഗ് വെഹിക്കിളാണെന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് ഗൈസ്. ഓക്കെ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഏതാ വണ്ടി എന്നൊന്നും പറഞ്ഞില്ല. അതൊരു ഡേഞ്ചറസ് ആയ സ്ഥലത്താണ് ഉള്ളതെന്നാണ് ഗൈസ് പറഞ്ഞത്. ഡേഞ്ചറസ് ആയ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ലെസ്റ്റർ അയച്ച് തന്നിട്ടുണ്ട്. അതെന്താ എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ജസ്റ്റ് അങ്ങോട്ട് പോവാം. നമ്മുടെ ലൊക്കേഷൻ ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പോകാം. നമ്മൾ ബെന്നിയുടെ ഗ്യാരേജ് വരുന്നുണ്ട്. വണ്ടി ഇടിച്ചു ഗൈസ്, ചില്ല് പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തേക്കുള്ള പണിയായി. എന്തായാലും ഇനിയിത് ബെന്നിയുടെ ഗ്യാരേജിൽ തന്നെ കൊടുക്കാം. നമുക്ക് എന്തായാലും ഒന്ന് നമ്മുടെ നമ്മുടെ ഫാമിംഗ് വെഹിക്കിൾ എടുത്തതിന് ശേഷം നമുക്കിതങ്ങ് കൊടുത്തേക്കാം.
നമുക്ക് ബെന്നിയുടെ ഗാരേജിൽ ഇതിൻ്റെ ചില്ല് മാറ്റാൻ വേണ്ടി കൊടുത്തേക്കാം ഗൈസ്. ഒരു നമ്മുടെ ഡേഞ്ചറസ് ആയ സ്ഥലത്തോട്ടാണ് ഗൈസ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ സ്വിഫ്റ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ സ്വിഫ്റ്റ് സീന് ലുക്കായിട്ടുണ്ട് ഗൈസ്, വൈറ്റ് കളർ അടിച്ചിട്ട്. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, ഈ വണ്ടി ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ ഡേഞ്ചറസ് ആയ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ്. അവിടെയാണ് ലോസ് ഗെയിം ഷിപ്മെൻറ്റ് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഓ ഗൈസ്, ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ട്രെയിൻ പോകാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രെയിൻ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ട്രെയിൻ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിനിൻ്റെ നേരെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഓക്കെ, ട്രെയിൻ പോകട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് ട്രെയിൻ ഒരു ഇതിലൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്തേക്കാം. പക്ഷെ ഇവിടെ ഗേറ്റൊന്നും ഇല്ല, ഗാർഡും ഇല്ല. നമ്മൾ സംഭവം നമുക്കറിയാം. പക്ഷേ ഇപ്പം ഇതിലൂടെ എങ്ങനെ പോകും? നമ്മൾ ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. സമയം പിടിച്ച് പൊളിച്ച് പോകേണ്ടി വരും. സ്വിഫ്റ്റിന് ചെറിയ വണ്ടി ആയിക്കൊണ്ട് നമുക്ക് പോകാനൊക്കെ തന്നെ പറ്റും, കാരണം ഒരു ഹാച്ച് ബാക്ക് ആണല്ലോ. ഓക്കെ, നമ്മൾ വണ്ടി അനങ്ങുന്നില്ല കേസ്. ഓക്കെ, അങ്ങനെ സംഭവം അറിയില്ല. നമ്മൾ വണ്ടി അവിടെ നിന്ന് അനങ്ങുന്നില്ല. എന്നാലും നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ അങ്ങോട്ട് കടക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് എന്തായാലും ഇതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ വണ്ടി കയറുന്നില്ല കേസ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കാം. അതെ, ട്രെയിൻ പോകുന്ന റെയിലിലൂടെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് കേസ്. എൻ്റെ മോനെ, നമ്മളിത് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഡേഞ്ചറസ് സ്ഥലം കേസ്. അവിടെയാണ് നമ്മൾ ലോസ് ഗെയിം കാര്യങ്ങളൊക്കെ ഷിപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. നമുക്ക് നേരെ ഞങ്ങൾ അങ്ങോട്ട് കയറിയേക്കാം. ഒക്കെ നമുക്ക് റൈറ്റ് എടുത്ത് നേരെ അങ്ങോട്ട് കയറുന്നുണ്ട് കേസ്. ഇതിൻ്റെ ഗേറ്റ് അങ്ങോട്ടാണ് കേസ്. എവിടെ കാണുന്നതാണ് ഇതിൻ്റെ ഗേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി സ്ലോ ആക്കി കേസ്. നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി തപ്പാം കേസ്. എവിടെയാണ് ലോസ് ഗെയിം ഷിപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് തപ്പാം കേസ്. ഓക്കെ, എന്തായാലും ഡൈനോസർ ഉണ്ടായാൽ നമ്മൾ ചാവും, അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ തപ്പി കണ്ടുപിടിക്കാം ഗൈസ്. ഗൈസ്, നമ്മളെന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ലോസ് ഗ്യാങ് കൊണ്ടുവന്ന ഷിപ്മെൻറ്റൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ഫുള്ള് ഡേഞ്ചർ സാധനങ്ങളൊക്കെയാണ്, മൊത്തം ആനിമൽസ് ആണ് ഗൈസ് അവിടെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊന്ന് സൂം ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഇട്ട് കവറെടുത്ത് നോക്കിയേക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ ഗൈസ്, നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ വണ്ടികളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് അവിടെ നടുക്ക് കിടക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞ സാധനം അതാണ് ട്രാക്ടറാണ് ഗൈസ്. നമ്മുടെ ഫാമിൻ്റെ ട്രാക്ടറാണ്. ഒക്കെയുള്ള ലോസ് ഗ്യാങ്ങിൻ്റെ വണ്ടികൾ അവിടെ ഉണ്ട്, പക്ഷെ അതിൽ ആളൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു പോത്ത് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്, ഒരു ബഫല്ലോ അങ്ങോട്ട് പോകുന്നുണ്ട്. എൻ്റെ മോനെ, ഇവിടെ സ്നേക്ക് മോൺസ്റ്റർ ഉണ്ട് ഇവിടെ. ആനയുണ്ട്. എൻ്റെ മോനെ, ജുറാസിക് പാർക്കിൽ ആനയാണ്. പക്ഷെ അവിടെ എന്തെന്നിൻ്റെ വാല് കാണുന്നുണ്ട്. എന്തോ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇന്നാലും ഇന്ന് ചാവുന്നാണ് തോന്നുന്നത്, കാരണം മൊത്തം ഡേഞ്ചറസ് സാധനങ്ങളാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അടുത്തോട്ടങ്ങ് അടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഡൈനോസേഴ്സ് ഒന്നിനെയും കാണുന്നില്ല. പക്ഷേ അങ്ങനത്തെ പുലി പോലത്തെ സാധനങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്നേക്ക് നോക്കിയേക്കാം. എൻ്റെ മോനെ, ഈഗിൾ മോൺസ്റ്ററൊക്കെ തന്നെയാണ് ഗൈസ് അത്. എൻ്റെ മോനെ, നമ്മുടെ ലോസ് ഗ്യാങ് നല്ല പണിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ ഇത് ഡേഞ്ചറസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇത്രയും സാധനങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞില്ല ഗൈസ്. എനിക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പണി തുടങ്ങിയേക്കാം. ഓക്കെ, ആദ്യം ഏതെങ്കിലും ഒരു സാധനത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഗൈസ്, അതാണ് ടാസ്ക്. ആന എന്താ ഓക്കെ, ആന എന്താ ഓക്കെ, ആന ചത്തിട്ടുണ്ട് ഗൈസ്. അതൊക്കെ എന്താ സംഭവം? ഈഗിൾ മോൺസ്റ്റർ ചത്തു, ബഫല്ലോ ചത്തു, സ്നേക്ക് മോൺസ്റ്റർ അതും ചത്തു. പക്ഷേ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല, സംഭവം നമുക്കറിയില്ല. അറ്റാക്ക് ചെയ്യാനൊന്നും തന്നെ വരുന്നില്ല, പക്ഷേ ഡ്രൈവേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് സീനൊന്നും തന്നെ ഇല്ല. എന്തായാലും നേരെ നമ്മൾ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോയേക്കാം. നമുക്ക് എല്ലാവരും തീർന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തായാലും പോയേക്കാം, സീനൊന്നുമില്ല. ഇത് സാധനം ഇവിടെയാണുള്ളത്, അവരൊക്കെ അങ്ങാണ് ഉള്ളത്. അതാണ് തോന്നുന്നത് എനിക്ക് നമ്മുടെ ഇവരൊന്നും നമ്മൾ അറ്റാക്ക് ചെയ്യാതിരുന്നത്. എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയേക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് കയറി നോക്കിയേക്കാം ഗൈസ്. എൻ്റെ മോനെ, ഇവിടെ ട്രാക്ടർ ഇവിടെ ഉണ്ട്. എൻ്റെ ഗൈസ് സീന സാധനമാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇവർക്ക് എന്തായാലും നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും സാധനം ഇവിടെ വെച്ചേക്കാം.
നമ്മുടെ വണ്ടികൾക്ക് നമുക്ക് ഇതൊന്ന് വെച്ചേക്കാം. നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രാക്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം ഗൈസ്. ട്രാക്ടറിൽ കയറാൻ പോയിട്ട് നമ്മൾ ഓണിയിലാണല്ലോ വന്ന് കയറിയത്. നമുക്ക് എന്തായാലും നേരെ പോയി ട്രാക്ടറിൽ അങ്ങോട്ട് കയറിയേക്കാം. ഇപ്പം ഞാൻ ട്രാക്ടറിൽ കയറും. എന്നിട്ട് ഓമ്നി മാറ്റിയിടാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഓമ്നി അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം. ഓക്കെ, നമ്മൾ ഓമ്നി അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് 2 എണ്ണം ഉണ്ട് ഗൈസ്, 2 ഓമ്നി ഉണ്ട്. നമുക്ക് 2ഉം മാറ്റിയിടണം, അല്ലെങ്കിൽ നമ്മൾ ട്രാക്ടർ എടുക്കാം. നോക്കാം ഗൈസ്, ട്രാക്ടർ എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ സാർ, ഞാൻ ട്രാക്ടറിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ ട്രാക്ടർ തൊട്ട പറക്കാണ്, സീന്. ഇതൊക്കെ തന്നെയാണോ? സ്വിഫ്റ്റ് കത്തുമോ? ഇല്ല, സ്വിഫ്റ്റ് കത്തില്ല. നമുക്ക് എന്തായാലും ആക്ടിവേറ്റ് ചെയ്തേക്കാം. ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സ്വിഫ്റ്റ് കത്തിയില്ല, ഭാഗ്യം. നമുക്ക് എന്തായാലും നമ്മൾ ഈ ട്രാക്ടറും സ്വിഫ്റ്റും നേരെ ട്രെയിലർ ട്രക്കിലൊന്ന് വെച്ച് കൊണ്ടുപോയേക്കാം. കാരണം ട്രെയിലർ ട്രക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തായാലും ബോഡി ഗാർഡ്സിനെ വിളിക്കണം. നമുക്ക് എന്തായാലും നേരെ ബോഡി ഗാർഡ്സിനെ വിളിച്ച് ട്രെയിലർ ട്രക്ക് കൊണ്ടുവരാൻ പറയാം ഗൈസ്. നമുക്ക് ബോഡി ഗാർഡ്സ് നമ്മുടെ ട്രെയിലറിനൊക്കെ കൊണ്ടുവന്നിട്ട് അവർ പോയി ഗൈസ്. ഓക്കെ, അവരെന്തായാലും പോയിട്ടുണ്ട്. നമ്മളെ റോക്കി ബൈക്ക് നമ്മളെന്തായാലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ 2 വണ്ടികളും വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ബാക്കിൽ ബൈക്കും കാര്യങ്ങളൊക്കെ വെക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ ബൈക്കൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ ട്രക്ക് എടുത്തേക്കാം. നമ്മുടെ ട്രെയിലർ ട്രക്ക് നമ്മൾ നേരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ട്രെയിലർ ട്രക്ക് ഓടിച്ചൊന്ന് പോയേക്കാം. വണ്ടികളൊന്നും ഡാമേജ് ആവാതെ അങ്ങ് എത്തിക്കണം. സെഫ്റ്റിൻ്റെ എന്തായാലും ചില്ല് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും അവിടെ കൊടുക്കണം. നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൽ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇന്ന് രാവിലെ നമ്മൾ ബെന്നിയുടെ ഗ്യാരേജിൽ ഇറക്കി കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്ക് അടുത്ത പണിയായി. ഇത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ നമ്മൾ വണ്ടി ഇവിടുന്ന് പുറത്തോട്ട് ഇറക്കിയേക്കാം. നമ്മുടെ ട്രെയിലർ ട്രക്ക് നേരെ പുറത്തോട്ട് ഇറക്കിയേക്കാം. ഇവിടെ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പുറത്തോട്ട് ഇറക്കിയേക്കാം. ഇതും പോകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ വഴിയിലൂടെ നേരത്തെ വന്നതിലൂടെ പോകേണ്ടി വരും. മൊത്തം സീനാണ് കേസ് എന്തായാലും. ഓക്കെ, നമുക്ക് നേരെ നമ്മൾ പോയേക്കാം. കൂടുതൽ സ്പീഡൊന്നും എടുക്കുന്നില്ല, കുറച്ച് സ്പീഡിലേ പോകുന്നുള്ളൂ. കാരണം വണ്ടികളൊക്കെ വീണ സീനാവും കേസ്. ഓക്കെ, നമ്മൾ നേരെ ഇവിടെ വീട്ടിലോട്ടാണ് പോകുന്നത്. വണ്ടി നമുക്ക് പിന്നെ കൊടുക്കാം കേസ്, ഇപ്പം കൊടുക്കാൻ സമയമില്ല. നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് ഈ ഒരു വഴിയിലൂടെ കയറ്റാം. നമുക്ക് കയറ്റിയ പ്രശ്നമൊന്നുമില്ല, ഇറക്കുമ്പോഴാണ് പ്രശ്നം കേസ്. കാരണം വണ്ടികളൊക്കെ തുള്ളി ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ നേരെ ഓക്കെ നമ്മളെന്തായാലും ഇപ്പുറത്തെ സൈഡിലോട്ട് അങ്ങോട്ട് ഫൈനൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് റോട്ടിലോട്ട് കയറിയേക്കാം. ഓക്കെ, സ്വന്തം റോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് അടിക്കും. ഓക്കെ, അടിച്ചില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു സ്പീഡിൽ ഇങ്ങനെ നിന്നുകൊണ്ടാണ് അടിക്കാതിരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോയേക്കാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ കേസ്.